ഇപ്പോൾ കോഴിക്കോട് നിന്നും വിശദമായ റിപ്പോർട്ടുമായി വർഷ ചേരുന്നുണ്ട്. വർഷ, നമുക്കറിയാം ഈ മലബാർ മേഖലയൊക്കെ സജീവമായ ഒരു പ്രചരണത്തിലാണ്. ഇപ്പോൾ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം 118 പത്രികകളാണ് കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നത്. ഇനി 9761 സ്ഥാനാർത്ഥികളാണ് ഒരു ലാസ്റ്റ് ലാപ്പിലെ റൗണ്ടപ്പിൽ പുറത്തു വരുന്നത്. ഇനിയിപ്പോൾ സൂക്ഷ്മ പരിശോധനയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആരൊക്കെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാകുമെന്ന കാര്യത്തിലൊരു ധാരണയാവും. എന്താണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ? മാത്രമല്ല, എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിമതരാണ് എവിടെയും വില്ലനായി നിൽക്കുന്നത്. മാത്രമല്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ, പിന്നെ ഇനി ചിഹ്നം സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നിർണായകമാകുന്ന മണിക്കൂറുകളാണല്ലോ. അതെ രാജേഷ്, കോഴിക്കോടിനെ സംബന്ധിച്ച് തുടക്കം മുതൽ തന്നെ സർപ്രൈസുകളായിരുന്നു ഉണ്ടായിരുന്നത്. മുൻപ് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്ന VM വിനുവിൻ്റെ, സംവിധായകൻ VM വിനുവിൻ്റെ വോട്ടില്ലാത്തത് മുതൽ തുടങ്ങി പല സർപ്രൈസുകളും പല പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളുമാണ് കോഴിക്കോട് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായത്. ഇപ്പോഴും അതേ രീതിയിലുള്ള പ്രതിസന്ധികളും അതേപോലെ വെല്ലുവിളികളും പാർട്ടികൾക്കുണ്ട്. പ്രധാനപ്പെട്ടത് രാജേഷ് പറഞ്ഞ പോലെ തന്നെ വിമതശല്യമാണ്. കോഴിക്കോട് ജില്ലയിൽ വിമതശല്യം വളരെ രൂക്ഷമാണ്. പ്രധാനമായും UDF-നാണ് ഇത് ഏറ്റവും വലിയ തലവേദനയായിരിക്കുന്നത്. പലയിടങ്ങളിലും ഈ കുന്നമംഗലം കാരശ്ശേരി ഡിവിഷനിൽ UDF-ന് 5 വിമതരാണുള്ളത്. ഈ 5ഉം പ്രധാനപ്പെട്ട പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഈ 5 പേരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പലയിടങ്ങളിലും ഫറോക്ക് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ പലയിടങ്ങളിലും UDF-ന് വളരെ വലിയ തലവേദനയായിരിക്കുകയാണ്. ഈ നാദാപുരം ഭാഗങ്ങളിലെല്ലാം CPI-യും CPM-ഉം ഒരേ വാർഡിൽ ഒന്നിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചും വലിയ വെല്ലുവിളിയാണ് ഉണ്ടായിരിക്കുന്നത്. BJP-യെ സംബന്ധിച്ച് ഇവിടെയുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി കഴിഞ്ഞ ദിവസം പത്രിക തള്ളിയതാണ്. കഴിഞ്ഞ ദിവസം 118 പത്രികയാണ് സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത്. ഇതിൽ 4 ഇടങ്ങളിലുള്ള BJP-യുടെ പത്രികയാണ് കൂടുതലായി തള്ളിയത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതിനെതിരെ വലിയ രീതിയിലുള്ള വാക്കേറ്റവും ഉണ്ടായിരുന്നു. പൂരിപ്പിച്ചതിലെ പിഴവും മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് ഈ നാമനിർദ്ദേശ പത്രികകളെല്ലാം തള്ളിയിട്ടുള്ളത്. കോഴിക്കോട് കോർപ്പറേഷനിൽ 6, അതേപോലെ ജില്ലാ പഞ്ചായത്തിൽ 3, രാമനാട്ടുകര, ഫറോക്ക്, കൊടുവള്ളി മുനിസിപ്പാലിറ്റികളിലായി 7, അതേപോലെ വിവിധ പഞ്ചായത്തുകളിലായി 107 തുടങ്ങി അങ്ങനെ 118 പത്രികകളാണ് തള്ളിയിരിക്കുന്നത്. ഇനിയിപ്പോൾ 9761 പത്രികകളാണ് ബാക്കിയുള്ളത്. ഇതിൽ എത്ര പേര് ഇനി അവസാന ഘട്ട ചിത്രത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം വ്യക്തമല്ല. എന്തായാലും വിമതശല്യം രൂക്ഷമായിരിക്കുമ്പോൾ അതിനെ പരമാവധി പിന്തിരിപ്പിക്കാനുള്ള ശ്രമം UDF തുടരുകയാണ്. പലരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം K. മുരളീധരൻ സൂചിപ്പിച്ച പോലെ ഇങ്ങനെ വിമതരായി നിൽക്കുന്നവരെ ഇനി പാർട്ടിയിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ ഇവരെ മാറ്റാനുള്ള ശ്രമം UDF ശക്തമായി തുടരുകയാണ്. UDF-നെ സംബന്ധിച്ച്, കോഴിക്കോട് UDF-നെ സംബന്ധിച്ച് ഏറ്റവും വലിയ തലവേദനയും ഇത് തന്നെയാണ്. ഇനി മറ്റ് ജില്ലകളിലേക്ക് പോയാൽ, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ഉൾപ്പെടെയുള്ള, മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിലേക്ക് പോയാൽ അവിടെയും വലിയ രീതിയിൽ ഈ വിമതശല്യമാണ് തലവേദനയായി മാറിയിരിക്കുന്നത്. കണ്ണൂരിലും പലയിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ ഇല്ലാതെ തന്നെ ഇടതുപക്ഷം LDF വിജയിച്ച പോലെ തന്നെയാണ് പലയിടങ്ങളിലും ഉള്ളത്. അങ്ങനെ പത്രിക തള്ളി ഉൾപ്പെടെ പല കാര്യങ്ങളും ഈ മലബാറിലെ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുനവറിൽ തങ്ങൾ കോഴിക്കോട് എത്തിയപ്പോൾ പറഞ്ഞത് വിമതരെ ഒഴിവാക്കാനുള്ള, മലപ്പുറം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ വിമതരെ ഒഴിവാക്കാനുള്ള ശ്രമം തുടരുകയാണ്. പലയിടങ്ങളിലും അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു. അങ്ങനെ എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ്, കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വളരെ ശക്തമായി മുറുകുകയാണ്. പല UDF-നെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. 50 വർഷത്തോളമായി കോഴിക്കോട് LDF-ന്റെ കൈകളിലാണ്. അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് UDF-നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. തങ്ങളുടെ സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് BJP-യെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി. അങ്ങനെ ഒരു ത്രികോണ മത്സരം തന്നെയായിരിക്കും കോഴിക്കോട് ഇത്തവണയും ഉണ്ടാകുക. രാജേഷ്. വർഷയാണ് വിശദാംശങ്ങൾ നൽകിയത്. സമീപകാലത്തൊന്നുമില്ലാത്ത, അല്ലെങ്കിൽ മുൻ വർഷങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു വിമത ശല്യമാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദന തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും മുന്നണികൾ ഇതേക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുക. എന്തുകൊണ്ട് ഇത്രയും ആൾക്കാർ വിമതരായി, എന്തുകൊണ്ടാണ് വ്യക്തി താല്പര്യങ്ങളോ അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ പാർട്ടി മാറി വിമതരായി മത്സരിക്കേണ്ട ഒരു സാഹചര്യം എന്തുകൊണ്ടുണ്ടായി എന്നായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചർച്ചയാകുന്നത് അല്ലെങ്കിൽ വാർത്തകളിൽ ഇടം പിടിക്കുന്നത്.